അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വാദിച്ച കെ.സി. വേണുഗോപാൽ വഴങ്ങിയത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സമ്മർദ്ദത്തിന് മുന്നിലാണ്. ഘടകകക്ഷികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വികാരം പരിഗണിക്കേണ്ടി വരുമെന്ന് നേതാക്കൾ കെ.സിയെ ബോധ്യപ്പെടുത്തി. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമ്പോഴും പരിധി വിട്ട് പ്രതികരിച്ച വി.ഡി ക്യാമ്പിലെ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാണ് കെ.സി വിഭാഗത്തിന്റെ ആവശ്യം. കോൺഗ്രസ് എംഎൽഎമാരിൽ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ, മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരുൾപ്പെട്ട മുതിർന്ന നേതൃസംഘത്തിന്റെയും അംഗീകാരം മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്ന് അവസാന ഘട്ടം വരെ ഉറപ്പിച്ചിരുന്നു കെ.സി. വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുടെ ദില്ലിയിലെ വസതിയിൽ 2.5 മണിക്കൂർ നീണ്ട ചർച്ചയിലാണ് കെ.സി. വേണുഗോപാലിനെ കാര്യങ്ങൾ ധരിപ്പിച്ചത്. കേരളത്തിന്റെ ജനവികാരം ബോധ്യപ്പെടുത്താൻ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും കൂടിക്കാഴ്ചയ്ക്കെത്തി. മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികളുടെയും അഭിപ്രായം അവഗണിക്കാനാകില്ല. കെ.സിക്കായി കേരളത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഗുണകരമല്ല. ജനവികാരം മറികടന്നുള്ള തീരുമാനം തിരിച്ചടിക്കും. രാഹുലും പ്രിയങ്കയും കെ.സി. വേണുഗോപാലിനെ നിലപാടറിയിച്ചു. വി.ഡി സതീശനെ പിന്തുണ അറിയിച്ചെങ്കിലും കെ.സിയുടെ വാക്കുകളിൽ നിരാശ പ്രകടം. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അതും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നിട്ടും കെ.സിക്കൊപ്പമെന്ന് നിലപാട് പരസ്യമാക്കുന്നുണ്ട് എംഎൽഎമാർ. കെ.സിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാണ് കെ.സി ക്യാമ്പിന്റെ ആവശ്യം. വി.ഡി സതീശൻ അനുകൂലികളെ ഉന്നമിട്ടാണ് പ്രതികരണം. ആലപ്പുഴ എം പി ആയ കെ.സി വേണുഗോപാൽ ഉപഗ്രഹത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ആളാണെന്ന് ഇവിടെ പ്രതിനിധി ഉണ്ടാക്കിയില്ലേ? പ്രചാരം സംഘടിപ്പിച്ചില്ലേ? നറേറ്റീവ് സൃഷ്ടിച്ചില്ലേ? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് എന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത്? അത് കണ്ടെത്തണം. ഇനി എന്താകും കെ.സി വേണുഗോപാലിന്റെ ഭാവി? അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടുപോയ കെ.സി വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി ചേർത്ത് നിർത്തും എന്ന കാര്യം ഉറപ്പാണ്. ആ ചേർത്തു നിർത്തലിന്റെ വലിപ്പമാകും കെ.സി വേണുഗോപാലിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുക. ദില്ലിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ.